പത്തനംതിട്ടയിൽ CPM അവർക്ക് വേണ്ട ആളുകളെയൊക്കെ പാർട്ടിയിലേക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പൊ അവർക്ക് ആവശ്യം സാധാരണ മനുഷ്യരെയല്ല, നല്ല പ്രവൃത്തി ചെയ്യുന്നവരെയല്ല, കാപ്പ കേസിലെ പ്രതികളെയാണ്, അല്ലെങ്കിൽ തട്ടിപ്പ് കേസിലെ പ്രതികളെയാണ്. കാപ്പ കേസിൽ പ്രതികളായ കുറെ ആളുകളെ ഒരു ദിവസം മന്ത്രിയുടെ സാന്നിധ്യത്തിൽ, ജില്ലാ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ പത്തനംതിട്ട CPM ആഗീരണം ചെയ്യും. ഒന്നാമത് CPM-ൽ അങ്ങനെ ആരെയും ആഗീരണം ചെയ്യാൻ പറ്റില്ല. CPM-ന്റെ ഒരാളെ CPM-ലേക്ക് എടുക്കുക എന്നുള്ളത് ഒരു പതിവില്ല. കാരണം അവരെ മറ്റു ചെറിയ മെമ്പർമാരൊക്കെ ആക്കി കുറെ കാലം പ്രവർത്തകരാക്കി നിർത്തി, പിന്നെ ബ്രാഞ്ചിൽ കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ വരണം. അതൊന്നും ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. ഏതായാലും ആ ആളുകളെ ഇവർ കൊണ്ടുവന്നപ്പോൾ തന്നെ കാപ്പ കേസിലെ പ്രതിയാണ് ഏറ്റവും മുമ്പിൽ നിർത്തിയത് എന്നത് രസകരമായ കാര്യമാണ്. അദ്ദേഹം കാപ്പ കേസിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ നിരവധി കേസുകളുണ്ട്. അതിൽ സ്ത്രീകളെ ആക്രമിച്ച കേസുണ്ട്, ഗുണ്ടാപ്പണി നടത്തിയ കേസുണ്ട്, വീടി കയറി തല്ലിയ കേസുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹം CPM-ന് അനിവാര്യനായ ഒരാളാണ് എന്നവർ കണ്ടെത്തി. പക്ഷെ ഇപ്പോൾ അതിനേക്കാൾ പുലിവാൽ പിടിച്ചു. അന്ന് എടുത്തവരിൽ ഒരാൾ കഞ്ചാവ് കേസിൽ പ്രതിയായി. അതിനുശേഷം ഈ എടുത്തതിന് ശേഷം പിറ്റേ ദിവസം എക്സൈസ് വകുപ്പ്, കേരളത്തിലെ പിണറായി ഗവൺമെന്റിന്റെ കീഴിലുള്ള എക്സൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥർ അയാൾക്കെതിരെ കഞ്ചാവ് കൂടെ പിടികൂടി കേസ് ചാർജ് ചെയ്തു എക്സൈസ് വകുപ്പ്. അപ്പോഴാണ് പറയുന്നത് അത് കള്ളക്കേസാണെന്നും ആ ചാർജ് ചെയ്ത ഉദ്യോഗസ്ഥൻ UDF-ന്റെ ആളാണെന്നും അതുകൊണ്ട് ഈ കേസ് കള്ളക്കേസാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് രാവിലെ എക്സൈസ് ഓഫീസിലേക്ക് DYFI ഒരു മാർച്ച് നടത്താൻ തീരുമാനിച്ചു. വേറെ എന്തോ കാരണം പറഞ്ഞിട്ടാണെങ്കിലും ആ മാർച്ച് റദ്ദാക്കി. വേറെ ദിവസം നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ദിവസം നടത്തുമെന്ന് പറഞ്ഞിട്ടില്ല. DYFI അങ്ങനെയാണെങ്കിൽ രാവിലെ ഏതോ ഒരു ബീന ഗോവിന്ദ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥയായിരുന്ന, ഒരു സാമൂഹ്യ പ്രവർത്തകയായിരുന്ന ഒരാളുടെ ശവസംസ്കാരം അവിടെ നടക്കുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ സമയം മാറ്റിവെക്കുകയാണ്. സത്യത്തിൽ ആ കേസ് കള്ളക്കേസല്ല എന്നുള്ളത് ഇവർക്ക് തന്നെ നന്നായിട്ടറിയാം. എക്സൈസ് ഉദ്യോഗസ്ഥരെ ഇനി ഭീഷണിപ്പെടുത്തിയോ വിരട്ടിയോ അധികാരം ഉപയോഗിച്ചോ ഒക്കെ മാറ്റിച്ചേക്കാം. പക്ഷെ അതിനേക്കാൾ വലിയൊരു പുലിവാൽ ഇപ്പൊ വീണ്ടും വന്നിരിക്കുന്നു. ഇതിൽ ഒരു പ്രതി SFI നേതാവിനെതിരെ വധശ്രമത്തിന് കേസിൽ പ്രതിയായ ആളാണ്. അപ്പൊ SFI നേതാവിനെതിരെ വധശ്രമത്തിന് പ്രതിയായ ഒരാളെ DYFI-യും CPM-ഉം ആലിംഗനം ചെയ്തു കഴിഞ്ഞാൽ അതിനൊരർത്ഥമുണ്ട്. ഏത് കൊള്ളക്കാരനായാലും, ഞങ്ങളെ അടിച്ചവനായാലും ഞങ്ങളുടെ കൂടെ വന്നാൽ അയാൾ പ്രതിയല്ലാതാവും. കാപ്പ കേസ് പ്രതികൾക്കൊക്കെ ഇനി എളുപ്പം CPM-ൽ ചേരുകയാണ്. കാപ്പ കേസ് മാത്രമല്ല, ഏത് കൊലക്കേസ് പ്രതിക്കും CPM-ൽ ചേരാം. കാരണം നമ്മുടെ അനുഭവമുണ്ട്. CPM-ൽ വന്ന ആളുകൾ ആരും ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെടില്ല എന്ന് ഉറപ്പുണ്ട്. അത് വണ്ടിപ്പെരിയാറായാലും വാളയാറായാലും നിരവധി കേസുകളിൽ നമ്മൾ കണ്ടതാണ്. ഇതിനാ PSC പരീക്ഷയുടെ പേപ്പർ കൊണ്ടുപോയി പട്ടാളിപ്പോലെ കുഴപ്പമുണ്ട്. പോലീസിൽ 1ാം റാങ്ക് 2ാം റാങ്ക് നേടിയ വീരന്മാരുണ്ട്. നേരത്തെ PSC പരീക്ഷയുടെ പേപ്പറൊക്കെ കിട്ടുക. ഇപ്പൊ മുഖ്യമന്ത്രി പറയുന്ന PSC-യുടെ വിലയിടിക്കല്ലേ എന്ന്. PSC-യുടെ വിലയിടിച്ചത് ആരാ? സത്യത്തിൽ PSC-യുടെ പേപ്പർ കൊണ്ടുപോയി വീട്ടിൽ സൂക്ഷിച്ച് അതിന് ഉത്തരം എഴുതി വന്ന് 1ാം റാങ്ക് 2ാം റാങ്ക് ആയി. ആ ചേട്ടന്മാരുടെ കേസിൽ എന്തെങ്കിലും ആയോ? ആ ചേട്ടന്മാരുടെ എന്തെങ്കിലും ശിക്ഷയായോ? എത്ര കൊല്ലായി നടന്നിട്ട്? അതിലൊരു ഒരു നടപടിയുമില്ല. അവരൊക്കെ സുഖമായിട്ട് തെരുവിലിറങ്ങി നടക്കുക. അവർ പോലീസിൽ കയറിയോ എന്ന് എനിക്കറിയില്ല. അതൊന്നും പരിശോധിക്കേണ്ട കാര്യമുണ്ട്. ആ റാങ്ക് ലിസ്റ്റ് വെച്ച് അവർ പോലീസിൽ കയറിയെങ്കിൽ അവരാണ് ഇനി ഈ കേസ് പിടിക്കേണ്ട ആളുകൾ. ഇതുകൂടി വന്നാൽ വളരെ രസകരമായ കാര്യമായി. അപ്പൊ ക്രിമിനൽ കേസിലെ പ്രതികൾ CPM-കാരായാൽ രക്ഷപ്പെടും എന്നതുകൊണ്ട് ഇനി കാപ്പയായാലും വേണ്ടില്ല, UAP ആയാലും വേണ്ടില്ല, ഏത് കേസിലായാലും അവർക്ക് അഭയസ്ഥാനം ഞങ്ങളാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് പത്തനംതിട്ടയിൽ ചെയ്തത്. ഇതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ചാലക്കുടിയിൽ ഒരാൾ പരസ്യമായി SI-യുടെ കാല് വെട്ടുന്നു. അയാൾ കാപ്പ ചുമത്തി തെരഞ്ഞെടുപ്പായപ്പോൾ അയാൾ തിരിച്ചു വന്നു. ഇപ്പൊ അയാൾ കാപ്പയുണ്ടോ കോപ്പുണ്ടോ എന്ന് നമുക്കറിയില്ല. SFI നേതാക്കന്മാർ ഒരു പ്രിൻസിപ്പലിനെ കാല് വെട്ടും, 2 കാലിൽ താൻ നടന്നു വരില്ല എന്ന് പറഞ്ഞു. അവർക്കെതിരെ എന്തെങ്കിലും കേസ് എടുത്തു? നമുക്കറിയില്ല. വേറെ ആരെങ്കിലുമാണ് അങ്ങനെ പറഞ്ഞെങ്കിൽ ഇപ്പൊ എന്തൊരു കേസാകുമായിരുന്നു. അതുകൊണ്ട് കാപ്പ കേസ് പ്രതികളെ സ്വാഗതം. CPM-ന്റെ വാതിൽ നിങ്ങൾക്കായി എപ്പോഴും തുറന്നിട്ടിരിക്കുന്നു.